ആൽവിന ഗൈസ്. അപ്പൊ ഞാനാണെങ്കിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് ഞാനാണെങ്കിൽ വേഗമാണെങ്കിൽ ഒരുങ്ങി റെഡി ആയേക്കുവാണ് സ്ട്രോബെറി ഫാമിലേക്ക് പോവാൻ വേണ്ടിട്ട്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് സ്ട്രോബെറി ഫാമിലേക്ക് 1 മണിക്കൂറാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്റെ വീട്ടിൽ നിന്ന് സ്ട്രോബെറി ഫാമിലേക്ക് എത്തിയിട്ട് കാണാം. ബൈ ഗൈസ്. ഞങ്ങളാണെങ്കിൽ എന്തായാലും സ്ട്രോബെറി ഫാമിലേക്ക് എത്തി. ഇവിടെ ഫാം മാത്രമല്ല കേട്ടോ ഗൈസ്, ഇവിടെ ഫാം ഷോപ്പും ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഞാൻ എല്ലാം കാണിച്ചു തരാം ഗൈസ്. നമ്മളാണെങ്കിൽ എന്തുവാ അതിന്റെ ഉള്ളിലേക്ക് കാണുമെന്ന് തോന്നുന്നു. എൻട്രൻസ് അറിഞ്ഞൂടെ എവിടെയാന്ന് എല്ലാം കാണിച്ചു തരാം കേട്ടോ. നമ്മളെ പറ്റുന്നില്ല നിങ്ങൾക്ക് എന്താ കാണിച്ചു തരാം. അപ്പം ഇവിടെ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഷോപ്പൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുട്ടി കുട്ടി ഷോപ്പുകൾ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാൻ ഊഞ്ഞാലും സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിക്ക് യുവർ ഓൺ കണ്ടോ, പിക്ക് യുവർ ഓൺ സ്ട്രോബെറീസ്, പിക്ക് യുവർ ഓൺ പംകിൻ ഗൈസ്. നമുക്ക് കയറാം. നിങ്ങളെല്ലാം കാണിച്ചു തരാവേ. നമ്മളെത്തി. നമ്മൾ ഇവിടെ നിന്നാണെങ്കിൽ ബാസ്ക്കറ്റ് എടുക്കണം. കണ്ടതേ അവിടെ ബാസ്ക്കറ്റ് ഉണ്ട്. ഇതെടുക്കട്ടെ നമുക്ക് നടക്കാം. ബാസ്ക്കറ്റ് വേണോ? ഇതെടുക്കാം. ഐ എം പിക്കിംഗ് ദിസ്. Give me one. അപ്പൊ കേസ് നമ്മൾ ഇതാണ് എടുക്കുന്നത്. അതല്ല, നമുക്ക് അവിടെയാണ് കേസ്, അവിടെയാണ്. ചിലതൊന്നും ആയിട്ടില്ല. ഇവിടെ ചിലതൊക്കെ ആയിട്ടുള്ളത് പിക്ക് ചെയ്യുമ്പോൾ കുറേ പേര് പിക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനത്തെ കുഞ്ഞിതിന് ഒക്കെ എത്ര രൂപയാണെന്ന് ചോദിക്കരുത്. ഐ ഡോണ്ട് നോ, എനിക്കറിഞ്ഞൂടാ. ഇതിപ്പം എങ്ങോട്ട് പോയാലാണ് ഗൈസ് എന്തോ സ്ട്രോബെറി. ഇത് ടോട്ടൽ കൺഫ്യൂസിങ് ആണ്. അറിഞ്ഞൂടെ എനിക്ക് സ്ട്രോബെറി എവിടെയാണ് ഇരിക്കുന്നതെന്ന്. ഇങ്ങോട്ടല്ല, യെസ് ഗൈസ്, അങ്ങോട്ടാണ്. ഞാൻ ഓടാം. ഓടിക്കഴിഞ്ഞ എൻ്റെ ഷോർട്സ് ഓടെ ഗൈസ്. നിങ്ങൾ വരുവാണെങ്കിൽ, നിങ്ങൾ കയ്യിലേക്ക് വരുവാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുമായിരിക്കും. അവസാനത്തെ വീഡിയോ ഞാൻ പറയാം റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യില്ലായിരിക്കും, പക്ഷേ റെക്കമെൻഡ് ചെയ്യും ഗൈസ്. എൻ്റെ ഒപ്പീനിയൻ അല്ലല്ലോ ഗൈസ്, നിങ്ങളുടെ ഒപ്പീനിയൻ. ഇവിടെയൊക്കെയാണ് സ്ട്രോബെറികൾ. നല്ല പഴുപ്പുള്ള സ്ട്രോബെറീസൊക്കെ ഞാൻ കാണുന്നുണ്ട് ഗൈസ്. ഫ്രഷ് സ്ട്രോബെറീസാണ്. ദാറ്റ്സ് വൈ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരുമാതിരി സ്പ്രേ അടിച്ച്, കെമിക്കൽ സ്പ്രേ അടിച്ചിട്ടല്ലേ എന്തുവാ ഇതിൻ്റെ കളറൊക്കെ ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്തുവാ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന കൈൻഡ്സ് ഓഫ് സ്ട്രോബെറീസാണ്. നെയ്ച്ചോടെ നടക്കാം ഞാൻ. ഇത് 6 മണി വരെയാണെന്നാണ് തോന്നുന്നത്. സാധാരണ ദിവസങ്ങളിൽ ഇന്ന് 10 മണി തൊട്ടാണ് 6 മണി വരെ. സൺഡേയ്സിലൊക്കെ 11 തൊട്ട് 5 മണി വരെയാണ്. ഗൈസ് നമ്മളെത്തി ഗൈസ്, നമ്മൾ എത്തി. ഈ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് പിക്നിക് ചെയ്യാം. ഈ സൈഡിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ ഇൻഡിക്കേറ്റ് ഹെവിലി പിക്ഡ് ഏരിയാസ്. നമുക്ക് ഹെവിലി പിക്ഡ് ഏരിയാസ് എടുത്താൽ പോരെ? അതോ ഹെൽത്തി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പിക്കിങ് വേണോ? ഇത് മതി.
അപ്പം നമുക്ക് ഓരോ സ്ട്രോബെറീസും എടുക്കാം. ഞാൻ ഒരു നല്ല സ്ഥലത്ത് എത്തിയിട്ട് കാണിക്കാം കേട്ടോ. നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കൊടുത്തുണ്ട്, കാണിച്ചു തരാവേ. നല്ല വെളുത്ത് നോക്കി പ്രശ്നം കേട്ടോ. ഇവിടെ കൊറേ ഉണ്ട്. എന്താ നല്ല നോക്കിയിട്ടാണ് പറിക്കുന്നത്. കണ്ട നല്ല രസമുണ്ട് കാണാൻ, റെഡിഷ് ആയിട്ട് ഇരിക്കുന്നു. അപ്പം ഈ ഒരു എന്തുവാ സ്ട്രോബെറി ഫാം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. കണ്ടോ ഗൈസ്, നല്ല രസമില്ലേ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. ഈ ഒരു സ്ഥലം എനിക്ക് സ്ഥിരം വരുമായിരുന്നെങ്കിൽ സ്ഥിരം വരായിരുന്നു എന്ന് കൊള്ളുന്നു തോന്നുന്നുണ്ട്. ഇവിടെ കുറേ ഉണ്ട്. ഇവിടെ നല്ല ബെസ്റ്റ് പിക്കിങ് വേണമെങ്കിൽ അതും, പിന്നെ ഹെൽത്തി ആണെങ്കിൽ നല്ല എന്താ പറയുക, അവിടെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ എന്തുവാ ബെസ്റ്റ് പിക്കിങ് അല്ല എടുത്ത്, കുറച്ചും കൂടെ അല്ലാത്തൊരു പിക്കിംഗ് ആണ്. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ? നല്ല രസമുണ്ടൊക്കെ കാണാൻ, പറിക്കാനും നല്ല. കണ്ടോ ഗീസ്, കണ്ട രസമില്ലേ കാണാൻ? ഗൈസ് കണ്ട കടയിൽ നിന്ന് മേടിച്ച സ്ട്രോബെറിനേക്കാളൊക്കെ ബെസ്റ്റാണ്. വേ മച്ച് മോർ ഹെൽത്തിയർ. നോക്കാം, ഹെൽത്തിയർ സ്ട്രോബെറീസ്. ഐ എം ഓൾവേസ് ഫില്ലിങ് ദ ബാസ്കറ്റ്. ഞാൻ നല്ല നോക്കിയെടുക്കുവാണ് ഗൈസ്. ഇതെല്ലാം ചിലതെല്ലാം അടിയിലാണ്, ഇങ്ങനെ അടിയിൽ കണ്ടിരിക്കുന്നത്. കണ്ട ചിലതെല്ലാം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത്, അതുകൊണ്ട് ചിലതൊന്നും കാണാൻ പറ്റത്തില്ല ഗൈസ് ക്ലിയർ ആയിട്ട്. ഇങ്ങനെ അണ്ണൻ കഴിച്ച് കാണിക്കട്ടെ. ഭയങ്കരമായിട്ട് പഴുത്ത് പറിക്കണ്ട കേട്ടോ. സൂപ്പർ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഈ പ്ലേസ് റെക്കമെൻഡ് ചെയ്യുന്നു ഗൈസ്. എൻ്റെ കയ്യിലൊക്കെ മുള്ള്. കൂടുതൽ പഴുത്തതും പഴുക്കാത്തതുമായിട്ടുള്ള എടുക്കരുത് സ്ട്രോബെറീസ്. ഒരു മൈൽഡായിട്ടുള്ള ഇതിലുള്ള സ്ട്രോബെറീസ് എടുക്കാവുള്ളൂ. അപ്പം നമ്മളാണെങ്കിൽ റെക്സാമിലെ ഗാർഡൻ സെന്ററിലേക്ക് പോകുകയാണ് ഗൈസ്. അത് ഈ സ്ട്രോബെറി എന്തുവാ ഫാമിൽ തന്നെ ഉള്ളവിടെ തന്നെയല്ലേ? അവിടെ തന്നെയാട്ടോ ഗൈസ്, ഈ സെയിം സ്ഥലവും. നമുക്ക് അതിൻ്റെ ഉള്ളിലെത്തിയിട്ട് കാണാം. നേരത്തെ വന്ന ഷോപ്പൊക്കെയാണ്. ഈ ഷോപ്പിൽ ഇങ്ങനത്തെ ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇതേ ഗൈസ്, ഇവിടെ ആണെങ്കിൽ ഗിഫ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ടോയ്ലറ്റ്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. കണ്ടോ, ഇത് എൻ്റെ സെക്ഷൻ ഗൈസ്, എൻ്റെ സെക്ഷൻ. ഞാൻ ഇപ്പോഴും ഇള്ളാപ്പുള്ളയാണ് ഗൈസ്. ഇപ്പോഴും ഞാൻ സ്റ്റിൽ ഒരു ബേബിയാണ്. അതുകൊണ്ടാണ് ഞാൻ ബാർബീൻ്റെ ഒക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ ചെയ്യാനും കാണാനൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ഈ ഒരു കടയിൽ. അപ്പം ഇവിടെയാണ് കേട്ടോ ഗൈസ് നമ്മളെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നടാൻ പറ്റുന്നത്. കണ്ട ഇതെന്തോന്നും പോലും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇതിനകത്തുള്ള ഒരു പൂ അറിഞ്ഞൂടാ. ആകെ എനിക്ക് പൂ അറിയാവുന്നത് റോസാപ്പൂവാണ്. റോസാപ്പൂ മാത്രമേ എനിക്കറിയാവുള്ളൂ ഗൈസ്. അല്ലാത്ത ഫ്ലവർ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ പൂക്കൾ എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ എൻ്റെ സെക്ഷനിലേക്ക് എത്തി ഗൈസ്. എൻ്റെ റോസ് ഗൈസ്, എൻ്റെ റോസ് ആകെ എനിക്കറിയാവുന്നതാണ് ഗൈസ്. ക്ലൈമ്പിംഗ് റോസ്. ഗൈസ് ഇതെന്ത് വലിയ മര ഗൈസ്. ഇത് ഒരുമാതിരി എന്തോ ഒരു മര ഗൈസ്.
ഇതിനകത്ത് എല്ലായിടത്തും ഒരാൾ വീണാലുള്ള ഒരു കാര്യം ആലോചിച്ച് നോക്കി എനിക്ക് പേടിയാണ്. കണ്ട എന്ത് വലിയതാ. ഓ എനിക്ക് ഉള്ളിലേക്ക് പോകാൻ തന്നെ പേടിയാകുന്നു. എനിക്ക് ഉള്ളിലേക്ക് പോകാനേ പേടിയാ. ഇത് ഞാൻ കുറെ ബാക്കിലേക്ക് പോകേണ്ട വരും. ഞാനിന്ന് ബാക്കിൽ പോയി കളിക്കേണ്ട വരും. ഇത്രയും വലുതാണ്. കണ്ടാ എന്ത് വലുതാന്ന് നോക്കുക. ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഇവിടെ ഈ ചെടിച്ചട്ടി, മണ്ണ്, ചെടി വെക്കാനുള്ള മണ്ണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഇവിടെ പ്ലെയർ ഉണ്ട്, ഇങ്ങനെ ഒരു ബെഞ്ചുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാ കമ്പോസ്റ്റ് എന്തോന്ന് വിളിക്കുന്നു, കമ്പോസ്റ്റ്. പിന്നെ ഇതെല്ലാം വലിയ വലിയ ചെടിച്ചട്ടിയൊക്കെ, അതായത് കുഞ്ഞു ചെടിച്ചട്ടികൾ, വലിയ ചെടിച്ചട്ടികൾ, അങ്ങനെ പിന്നെ മെനി കൈൻഡ്സ് ഓഫ് ഉണ്ട്. പിന്നെ ഇവിടെ മെനി കൈൻഡ്സ് ഓഫ് റോസസ് ഉണ്ട് ഗൈസ്. എനിക്ക് ആകെ അറിയാവുന്ന ഒരു ഫ്ലവർ ഈ റോസസ് ആണ്. അല്ലാത്ത എന്തിൻ്റെ പിക്ചർ കാണിച്ചാലും എനിക്കറിയില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. റോസ് കണ്ടെയ്നേഴ്സോ മനസ്സിലായില്ല. റോസ് കണ്ടെയ്നേഴ്സ് പറഞ്ഞ ഈ കണ്ടെയ്നേഴ്സിലൊക്കെ വെക്കാനുള്ളതാണ്. ഇതൊക്കെ എന്ത് രസമാണ്, നല്ല രസമാണ് ആ ഒരു മരം കാണാൻ. നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു മരം കാണാൻ. ആ മരം നമുക്ക് കയറാൻ പറ്റത്തില്ലെന്നാണ് ഏറ്റവും വലിയൊരു ഇത്. ഇവിടെ പിന്നെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ കൂട്ടുള്ള കുറെ ട്രീസും കാര്യങ്ങൾ, ഒരു മരം, ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനൊക്കെ. ഇത് റെഡ്യൂസ്ഡ് പ്ലാന്റ്സ് ആണ്, നല്ല രസമുണ്ട് കാണാൻ. ഇത് നമുക്ക് ഇങ്ങനെ ഒരു നല്ല റൗണ്ട് ആയിട്ട് ഇങ്ങനെ ചെയ്യാവുന്നുള്ളൊരു രീതിയായിട്ടാണ് ഗൈസ്. ഇങ്ങനെ എനിക്ക് പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിക്കണമെന്നുണ്ട് ഗൈസ്. പക്ഷെ എനിക്കൊരു മടിയും കൂടിയാണ് ഗൈസ് പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ. പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിക്കുമ്പോഴേക്ക് എനിക്ക് എന്തെങ്കിലും മതി. ഐ ഫീൽ സോ ചൈൽഡിഷ് ഗൈസ്, ഐ ഫീൽ സോ ചൈൽഡിഷ്. അപ്പം ഗൈസ് ഞാൻ അവിടെ ബെഞ്ചിൽ കയറിയിരുന്നു ബിക്കോസ് ഐ എം സോ ബോർഡ്. ഇവിടെ എനിക്ക് പറ്റിയ ഒന്നുമേ ഇല്ലാച്ച് ഗൈസ്. ഈ ഒരു സ്ഥലത്ത് എനിക്ക് പറ്റിയ ഒന്നുമേ ഇല്ലാച്ച്. ആകെയുള്ളത് എനിക്ക് പറ്റിയത് പ്ലേ ഗ്രൗണ്ടാണ്. പക്ഷെ ഒരു കുട്ടിയല്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കളിക്കരുത്. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു കളിക്കണം, നീ കളിച്ചേ പറ്റുപോളൂ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സത്യം കളിക്കണ്ടോ നീ കളിക്കണ്ടോ. അപ്പൊ ഗൈസ് നമ്മൾ പോകുകയാണ്. അപ്പൊ ബൈ.